ഓടിവായോ പൊറോട്ട അടിക്കാം. ദാ മാവെല്ലാം റെഡിയാണേ. കണ്ടോ, പൊറോട്ട അടിക്കാൻ വേണ്ടി മാവ് റെഡിയാക്കി വെച്ചേക്കുന്ന കണ്ടോ. കുഴച്ച് പരത്തി ഉരുട്ടി പരത്തി എടുത്ത് വെച്ചിരിക്കുന്നു. വരൂ, ഓടി വരൂ. ആർക്കാണ് പൊറോട്ട വേണ്ടത്? കണ്ടോ, ഇതൊരു 100 പൊറോട്ടയുണ്ട്. കണ്ടോ, തോന്നുന്നുണ്ടാ? ഇത് ഇങ്ങനെ പരത്തി വെച്ച് ഇനിയാണ് നമ്മളിതൊന്നും കൂടെ ചപ്പാത്തിക്കോല് വെച്ച് പരത്തി വീശിയിട്ട് മുറിച്ചിട്ട് ചുറ്റിക്കെട്ടും. എന്നിട്ട് നമ്മൾ പൊറോട്ടയാക്കും. ഓടിവായോ ഓടിവായോ, പൊറോട്ട വേണ്ടവർ ഓടിവായോ. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. കുറച്ചും കൂടെ വേണമെങ്കിലൊക്കെ പരത്താം. ഞാൻ ഇത്രയൊക്കെ പരത്തുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് ചപ്പാത്തിക്കോലും കൊണ്ട് ഇത് ഇത്തിരി നേരം എണ്ണ പരത്തിയിട്ട് ഇവിടെ ഇങ്ങനെ വെക്കും. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കോലും കൊണ്ട് പരത്തിയിട്ട് നല്ല പസ്തിന് മുറിക്കും. നടുക്കേ കൂടെ മുറിച്ചിട്ട് നമ്മൾ ചുറ്റിക്കെട്ടും. എന്നിട്ട് നമ്മൾ പിന്നെയും ചുറ്റിക്കെട്ടി അവിടെ കുറച്ച് സമയം വെച്ചിട്ട് പിന്നെ അതൊന്നും കൂടെ ചപ്പാത്തിക്കോലിൽ പരത്തും. എന്നിട്ടാണ് നമ്മൾ ദോശക്കല്ലിലേക്ക് അങ്ങോട്ട് ഇടും. എങ്ങനെയാണ് പൊറോട്ട ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ദോശക്കല്ലിൽ പരത്തിയിട്ട് ഇടുന്നത് കാണിക്കുക കേട്ടോ. വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുവാണ്. കണ്ടോ, സൂപ്പർ അല്ലേ? അറിയാൻ മേലാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. കമൻറ്റ് ബോക്സിൽ വരൂ, പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. കണ്ടോ, നേരത്തെ പരുത്തിയൊക്കെ വെച്ചില്ലേ, ഇപ്പോൾ താഴെ പോയാണ്. ആ പൊറോട്ടയാണ് ഈ പരുവാക്കിയതാ. കണ്ടോ, കല്ലേലിട്ട് കേട്ടോ. എന്ത് ഇനി ഇത് കല്ലേലിട്ട് നമ്മൾ ചുട്ടെടുത്ത് കൈ കൊണ്ട് അടിച്ച് പൊറോട്ടയായി. വായോ എല്ലാവരും തിന്നാൻ. ആർക്കൊക്കെ വേണം പൊറോട്ട? പൊറോട്ട വേണ്ടവരെല്ലാം കമൻ്റ് ഇടൂ. ഞാൻ പൊറോട്ട തന്നിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.